അങ്ങനെ ഓണം ഇങ്ങ് എത്താനായി. എൻ്റെ ജീവിതത്തിൽ എന്ത് ആഘോഷം ഉണ്ടായാലും ഒരു ഫോട്ടോഷൂട്ട് നിർബന്ധമാണ് കേട്ടോ. എൻ്റെ സന്തോഷങ്ങളെല്ലാം ഫോട്ടോയും വീഡിയോസുമായി സൂക്ഷിക്കുന്നതും പിന്നെ ഇതെല്ലാം വീണ്ടും വീണ്ടും കണ്ട് സന്തോഷിക്കുന്നതാണ് എൻ്റെ പ്രധാന കലാപരിപാടി. അങ്ങനെ ഈ വർഷത്തെ ഓണം ഫോട്ടോഷൂട്ടിൻ്റെ പ്ലാനിങ് എല്ലാം ഞാൻ കഴിഞ്ഞ മാസം തന്നെ തുടങ്ങിയായിരുന്നു. സ്റ്റെപ്പ് 1 ഔട്ട്ഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഡാനിയുടെ ഒരു കസിൻ ഇവിടെ അടുത്ത ഡ്വാളിഷിൽ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതിൽ നിന്ന് ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഞാൻ ഔട്ട്ഫിറ്റിൻ്റെ ഒരു റഫറൽ പിക്ചർ അയച്ചു കൊടുത്തു. പിന്നെ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് അയച്ചു തരാൻ പുള്ളിക്കാരി പറഞ്ഞതനുസരിച്ച് മെഷർമെൻറ്റ്സ് എടുത്ത് അയച്ചു കൊടുത്തു. ഓഗസ്റ്റ് മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും ഔട്ട്ഫിറ്റ് ഡെലിവറി ചെയ്യാമെന്ന് പുള്ളിക്കാരി ഏറ്റു. അങ്ങനെ ഔട്ട്ഫിറ്റ് സെറ്റ്. സ്റ്റെപ്പ് നമ്പർ 2 ലൊക്കേഷൻ ആൻഡ് ഡേറ്റ് കണ്ടുപിടിക്കലാണ്. ക്യാമറാമാൻ ഭർത്താവായതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഡേറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പുള്ളിക്ക് ഓഫുള്ള ദിവസം എല്ലാം തന്നെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ പുള്ളിക്ക് എനിക്ക് ഒരുമിച്ച് ഓഫുള്ള ഒരു ദിവസം ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. ലൊക്കേഷൻ എനിക്കൊരു കേരളത്തനിമ കിട്ടണം എന്നുള്ളത് കൊണ്ട് കോക്കിങ്ടൺ വില്ലേജാണ് ഫിക്സ് ചെയ്തത്. ചെറിയൊരു തടാകം, ബ്രിഡ്ജ്, റോസ് ഗാർഡൻ, ആവശ്യത്തിന് പച്ചപ്പും ഹരിതാഭയും, ഒന്നിനും ഒരു ദാരിദ്ര്യം ഇല്ലാത്ത സ്ഥലം. സോ ലൊക്കേഷൻ ഫിക്സ്ഡ്. പറഞ്ഞതിൽ നേരത്തെ ഔട്ട്ഫിറ്റ് ഡെലിവറി ആയി കേട്ടോ. ഫിറ്റ് എല്ലാം ഡബിൾ ഓക്കെ. സോ ഓഗസ്റ്റ് 26 തീയതി മൺഡേ മിസ്റ്റർ ക്യാമറമാനെയും കൂട്ടി ഞാനും എൻ്റെ ഫ്രണ്ട് ഡാനിയും പിന്നെ എൻ്റെ 2 പിള്ളേരും രാവിലെ തന്നെ റെഡിയായി ഇറങ്ങി. ഫസ്റ്റ് നമ്മുടെ ലക്ഷ്യം മഗ്ഡി ആയിരുന്നു കേട്ടോ. കാരണം എന്തെങ്കിലും കാര്യമായിട്ട് അകത്താക്കിയാലേ ഇന്നത്തെ ഫോട്ടോഷൂട്ട് ഭംഗിയായിട്ട് നടക്കത്തുള്ളൂ. മഗ്ഡിന്ന് ഒരു ലാർജ് ബർഗറും അകത്താക്കി നേരെ പോയത് അസ്റ്റേലേക്കാട്ടോ. കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങി. ചുമ്മാ ഒരു ഓണം വൈബൊക്കെ വേണ്ടേ. അങ്ങനെ ഞങ്ങൾ കോക്കിങ്ടൺ വില്ലേജിൽ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്ത് റോസ് ഗാർഡൻ ലക്ഷ്യം വെച്ച് നടന്നു. അവിടെ നിന്ന് കുറേ പിക്സ് എടുത്തു. സിംഗിൾ പിക്ചേഴ്സ് എടുക്കാൻ എളുപ്പമാണെങ്കിലും പിള്ളേരുടെ കൂടെ പിക്ക് കിട്ടാൻ ഇച്ചിരി കഷ്ടപ്പാടുണ്ട് കേട്ടോ. അങ്ങനെ അവർ ഓടിച്ചിട്ട് പിടിച്ച് കുറച്ച് പിക്ക് എടുത്ത് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് മെല്ലെ വെച്ച് പിടിപ്പിച്ചു. ക്യാമറാമാൻ ക്ഷീണം മാറ്റാൻ ഇടയ്ക്ക് കുറച്ച് വാട്ടർമെലൻ കഴിച്ചു. പിന്നെ മോഡൽസിന് തരാൻ മറന്നില്ല കേട്ടോ. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുള്ള ഒരു ഡേ ആയിരുന്നു. നെക്സ്റ്റ് ലൊക്കേഷൻ ഈ കരിയിലച്ചോടാണ് കേട്ടോ. എനിക്ക് പച്ചപ്പ് ഹരിതാഭയാണ് വേണ്ടെങ്കിൽ ഡാനിക്ക് കരിയിലച്ചോടായിരുന്നു വേണ്ടത്. അങ്ങനെ കരിയിൽ ആകാശത്തോട് വാരി എറിഞ്ഞ് കുറച്ച് പിക്ചേഴ്സ് എടുത്തപ്പോഴാണ് ഡാനിക്ക് സന്തോഷമായത്. ഈ തടാകത്തിലെത്തിയപ്പോഴാണ് നമ്മൾ ഓർത്തത് ഇതുവരെ നമ്മൾ നമ്മുടെ ഫ്ലവേഴ്സ് ഉപയോഗിച്ചില്ലല്ലോ എന്ന്. പിന്നെ ഫ്ലവേഴ്സ് പിടിച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തു. ചിന്താവിഷ്ടയായ സുന്ദരി, കുറച്ച് താറാവിൻ ബാക്ക്ഗ്രൗണ്ട്, എല്ലാം കൂടി ഒരു നൈസ് വൈബായിരുന്നു. ക്യാമറാമാൻ ഇരുന്ന് നിന്നും കിടന്നും ഒക്കെ ഫോട്ടോ പിടിച്ചു. തളർന്നു അവസാനം. അങ്ങനെ തൊട്ടടുത്ത ഐസ്ക്രീം ഷോപ്പിൽ നിന്ന് ഒരു ഐസ്ക്രീമും കഴിച്ച് ഈ പരിപാടിക്ക് കർട്ടൻ ഇടാമെന്ന തീരുമാനത്തോടെ ഞങ്ങൾ ഈ ഐസ്ക്രീം ഷോപ്പിൽ കയറി നല്ലൊരു ഐസ്ക്രീം കഴിച്ചു. എന്നാൽ പിന്നെ അഡ്വാൻസ് ഹാപ്പി ഓണം ഓൾ.